ഹരേ കൃഷ്ണ. കലിയുഗത്തിലെ ദേവസ്വരൂപനായും ഭക്തജനങ്ങളുടെ ആശ്രയസ്ഥാനമായിട്ടും പ്രസിദ്ധമായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ ഇന്ന് ജനുവരി 9 ഉച്ചപൂജാനന്തരം ഭഗവാൻ വേണുഗോപാല സ്വരൂപേണയാണ് ദിവ്യദർശനം നൽകിയത്. ആ ദർശനം കണ്ടു നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ വാത്സല്യവും ദിവ്യാനുഭൂതിയും കൊണ്ടിങ്ങനെ നിറഞ്ഞൊഴുകും. ഇന്ന് നമ്മുടെ പൊന്നുണ്ണി ശ്രീകൃഷ്ണ പാർത്ഥസാരഥി ബാലരൂപത്തിലാണ് ദർശനം നൽകിയത്. വേണു നൃത്തരൂപത്തിൽ എന്ന് പറയാം. നമുക്ക് കാലൊക്കെ പിണച്ചു വെച്ച് വേണു നൃത്തരൂപത്തിലാണ് നിൽക്കുന്നത്. വേണുനാദത്തിൻ്റെ നാദബിംബം എന്നുള്ള രീതിയിലാണ് കണ്ണൻ നിൽക്കുന്നത്. വൃന്ദാവനത്തിലെ ബ്രജകല ആയിട്ട് സ്വയം പ്രത്യക്ഷനായിട്ട് നിൽക്കണ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഭഗവാന്റെ ദിവ്യ ശരീരത്തിലെ സ്വർണ്ണാഭരണങ്ങളുടെ തേജസ്സും പുഷ്പാലങ്കാരങ്ങളുടെ മനസ്സും എല്ലാം ഉണ്ട്. തൃപ്പാദങ്ങളിൽ പൊന്തളകളുണ്ട്. അരയിലിങ്ങനെ മൃദുസുന്ദരമായിട്ട് ഇങ്ങനെ പൊൻകിങ്ങിണി കിടക്കണുണ്ട്. കണ്ഠത്തിൽ പതക്ക സദൃശമായിട്ടുള്ളൊരു ഹാരമുണ്ട്. അതേപോലെ ഒരു മണിമാല്യുണ്ട്. പിന്നെ കണികർണ മോതിരങ്ങൾ ഇട്ടിട്ടുണ്ട്. ഭുജങ്ങളിൽ തോൾവളകളുണ്ട്, കൈവളകളുണ്ട്. അങ്ങനെ സ്വർണ്ണപ്രഭയാൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ഉണ്ണിക്കണ്ണൻ. ഭഗവാൻ ശ്രീ വേണുഗോപാലനായിട്ട് 2 കരങ്ങളും ആ ഓടക്കുഴൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഓടക്കുഴൽ ചുണ്ടോട് ചേർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. സംഗീത രൂപദർശനം മാത്രമൊന്നുമല്ല, അത് അനുഗ്രഹത്തിൻ്റെ തന്നെ ഒരു രൂപമാണ് എന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോൾ നമുക്ക് ആ വേണുഗാനം ഇങ്ങനെ നേരിട്ട് കേൾക്കണില്ലെങ്കിൽ പോലും അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒഴുകുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും. ഗോപികമാരുടെ ഹൃദയം കീഴടക്കിയ, വൃന്ദാവനത്തിലെ സകല ജീവജാലങ്ങളുടെയും ഹൃദയം കീഴടക്കിയ അതേ വേണുഗാനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ വരികയാണ്. ശ്രീമുഖത്ത് ബാലതേജസ്സും ആ ദിവ്യപ്രസാദവും ഉണ്ട്. നല്ല ഭംഗിയിൽ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. സ്വർണ്ണമയായ കുണ്ഡലങ്ങളുണ്ട്. ഗോപികുറി തൊട്ടിട്ടുണ്ട്. പിന്നെ മയിൽപ്പീലി വെച്ചിട്ടുണ്ട്. സ്മിതമുഖേന ആയിട്ടാണ്, സ്മിതമുഖേന നിൽക്കുകയാണ്. അതായത് മന്ദസ്മിതം തൂകി ഇങ്ങനെ നിൽക്കുകയാണ് ഉണ്ണിക്കണ്ണൻ. മോക്ഷദായക സ്മിതം എന്ന് നമുക്ക് പറയാം. ശിരസിൽ തിരുമുടിമാലകളുണ്ട്. വെളുത്ത പൂക്കളും തെച്ചിപ്പൂക്കളും ഇങ്ങനെ യോജിപ്പിച്ച് ചേർത്തിട്ട് ഉള്ള ഒരു തിരുമുടിമാല. പിന്നെ അതേപോലെ തന്നെ വേറൊരു വെളുത്ത മാത്രം പൂക്കൾ കൊണ്ട് നന്ദർവട്ടം കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു തിരുമുടിമാല കൂടിയുണ്ട്. 2 തിരുമുടിമാലയാണുള്ളത്. കഴുത്തിലാവട്ടെ തെച്ചിപ്പൂവും തുളസിപ്പൂവും ഒക്കെ കൂടി ചേർത്തിട്ട് ഒരു തടിച്ചുരുണ്ട ഒരു ഉണ്ടമാലയുണ്ട്. പിന്നെ ആ വിധാനത്തിലാണെങ്കിൽ 4-5ഓളം തുളസി മാലകൾ ഇങ്ങനെ ചാർത്തിയിരിക്കുകയാണ്. ശ്രീലകത്തിൻ്റെ മുൻവശത്ത് നെയ്വിളക്കിൻ്റെ പ്രകാശമുണ്ട്. ഭഗവാന്റെ ആ ദിവ്യ രൂപത്തിൽ ആ നെയ്വിളക്കിൻ്റെ പ്രകാശത്തിൽ ഇങ്ങനെ ഉണ്ണി ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. നമ്മുടെ മനസ്സ് തന്നെ എവിടെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോണ ഒരവസ്ഥയാണ് ഉണ്ണീനെ കാണുമ്പോൾ. കണ്ണുനീരിങ്ങനെ അറിയാതെ, ഭക്തിയുടെ കണ്ണുനീരാണ്. നമ്മൾ ഇല്ലായ്മയോ ഒന്നും പറഞ്ഞ് കരയുന്നതല്ല. അവിടെ ചെന്ന് കാണുമ്പോൾ മനസ്സ് നിറയെ ഉണ്ണി മാത്രം. അപ്പോൾ നമ്മുടെ കണ്ണുകളിൽ ഇങ്ങനെ നിറഞ്ഞു വരും. അത് ശാന്ത സമാധിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇങ്ങനെ അമൃതലിപിയിലാണ് ആ ഭഗവാന്റെ വേണുഗോപാല ദർശനം പതിക്കുന്നത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിത്യവും എല്ലാവരുടെയും മേലും വിരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാരായണായ നമഃ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ.